Hi dears, welcome to HGS B.Ed classes. I am Radhika. Fourth semester B.Edലെ യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ 5th യൂണിറ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ നെയിം ഓഫ് ദ യൂണിറ്റ് ഈസ് ഓർഗനൈസിംഗ് കോമ്പറ്റീഷൻസ്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരു സ്കൂളിൽ കോമ്പറ്റീഷൻസ്, സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. Introduction. This unit details with organizing and conducting sports competitions. എങ്ങനെയാണ് സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഓർഗനൈസ് ചെയ്യുന്നതും സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നതും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ ഇൻട്രാമ്യൂറൽ ആൻഡ് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. ഇപ്പൊ സ്കൂളിൽ നടക്കുന്ന കോമ്പറ്റീഷൻസ് 2 തരമുണ്ട്. ഇൻട്രാമ്യൂറൽ ആൻഡ് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. ഇൻട്രാമ്യൂറൽ പറഞ്ഞു വെച്ചാൽ സ്കൂളിന്റെ ഉള്ളിൽ നടക്കുന്നത്, അതായത് നമ്മൾ ആനുവൽ സ്പോർട്സ് മീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഇൻട്രാമ്യൂറൽ. എക്സ്ട്രാമ്യൂറൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്റർ സ്കൂൾ, അതായത് ഇപ്പൊ സബ് ജില്ല, ജില്ല, സംസ്ഥാനതല മത്സരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതാണ് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. അപ്പൊ ഒരു പക്ഷെ നിങ്ങൾക്ക് സ്കൂൾ ടീച്ചേഴ്സ് ഈ 2 രീതിയിലുള്ള മത്സരങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. കവേഴ്സ് ടൂർണമെന്റ്സ്, സിംഗിൾ ലീഗ് ആൻഡ് സിംഗിൾ നോക്കൌട്ട്. അപ്പോ ഇതില് സിംഗിൾ ലീഗ് മത്സരങ്ങൾ ഉണ്ടായേക്കാം, അതുപോലെ തന്നെ നോക്കൌട്ട് മത്സരങ്ങൾ. അതായത് ലീഗ് മത്സരം എന്ന് പറഞ്ഞാൽ ഒരു ടീമിന് തന്നെ പല പല ടീമായിട്ടും കോമ്പറ്റീഷൻസ് ഉണ്ടാവാം, ഒന്നിലധികം കളികൾ ഉണ്ടാവാം. നോക്കൌട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഒറ്റ കളി ഉണ്ടാവുള്ളൂ, അതായത് അതിന് തോറ്റു കഴിഞ്ഞാൽ ഔട്ടായി, ദാറ്റ് ഈസ് നോക്കൌട്ട്. ദെൻ ഇൻക്ലൂഡ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡ്രോയിങ് ഓഫ് ഫിക്സ്ചേഴ്സ്. അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണം നമ്മൾ, എങ്ങനെയാണ് ഈ മത്സരങ്ങൾ നമ്മൾ ചാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫിക്സ്ചർ എങ്ങനെ, ഏത് ടീമൊക്കെ ആയിട്ടാണ് മത്സരിക്കേണ്ടത്, അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്ലിയർ പിക്ചർ ഷുഡ് ബി ദെയർ. ഡിസ്കസസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ഫിക്സ്ചർ. പിന്നെ എങ്ങനെയാണ് ഈ ഫിക്സ്ചർ പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പൊ ആ ഫിക്സ്ചറിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ അല്ല ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് എന്താണ് ഇൻട്രാമ്യൂറൽ, എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Meaning and definitions of intramural competitions. Intramural comes from Latin. Intra means within, mural means walls. Within the walls means within the walls of the school. Means activities conducted within an institution. ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു സ്പോർട്സ് മീറ്റ്, അതിനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻ. സ്കൂളിലുള്ള കുട്ടികളായിരിക്കും അതിൽ മത്സരാർത്ഥികൾ. Students are divided into units called houses or groups. നമുക്കറിയാം സ്കൂളില് സ്പോർട്സ് മീറ്റ് നടക്കുമ്പോൾ സ്കൂളിലെ കുട്ടികളെ പല ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കാറുണ്ട്. ഹൗസ് അല്ലെ, റെഡ് ഹൗസ്, വൈറ്റ് ഹൗസ്, ബ്ലൂ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഗ്രൂപ്പ് ആയിരിക്കും, ഗ്രൂപ്പിന് ഓരോ പേരൊക്കെ ഉണ്ടായിരിക്കും. ഇവന്റ്സ് ക്യാൻ ബി ഇൻഡിവിജ്വൽ ഓർ ടീം ബേസ്ഡ് വിത്തിൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഉണ്ടാവും അല്ലെ, 200 മീറ്റർ, 100 മീറ്റർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ റിലേ ഒക്കെ ഗ്രൂപ്പ് ഐറ്റം ആണ്. പിന്നെ അതുപോലെ ഗെയിംസ് ഒക്കെ ഗ്രൂപ്പ് ഐറ്റംസ് ആണ്. ഡെഫിനിഷൻ ഓഫ് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. ഓക്കെ, എന്താണ് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ എമംഗ് പ്ലേയേഴ്സ് ഓഫ് ദി സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ മത്സരാർത്ഥികൾ എങ്ങനത്തെ ആളുകളാണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആളുകളാണ്, അല്ലെങ്കിൽ കുട്ടികളാണ് അതിൽ മത്സരിക്കുന്നത്. പ്രൊമോട്ട്സ് ഇന്റേണൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് മോട്ടിവേഷൻ. എന്തിനാണ് നമ്മൾ ഈ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്? അതായത് ഇന്റേണൽ പാർട്ടിസിപ്പേഷൻ അല്ലെ, സ്കൂളിലെ കുട്ടികൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എക്സ്ട്രാമ്യൂറൽ ആകുമ്പോൾ സെലക്ടഡ് ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാവർക്കും വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാം, അവരുടെ കഴിവുകൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻകറേജസ് വോളണ്ടറി ഇൻവോൾവ്മെന്റ് ഇൻ ഗെയിംസ് ആൻഡ് സ്പോർട്സ്. കുട്ടികൾ സ്വന്തമായിട്ട് മുന്നോട്ട് വരണം അല്ലെ, എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, എനിക്ക് ഈ കഴിവുണ്ട് എന്ന് അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ മുന്നോട്ട് വരണം. അപ്പൊ അതൊക്കെയാണ് ഈ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസിന്റെ ലക്ഷ്യങ്ങൾ. ഫോക്കസസ് ഓൺ ഫ്രണ്ട്ലി റൈവൽറി എമംഗ് ഫെല്ലോ സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആവും വേണം, പക്ഷെ കുറച്ചൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടെ കോമ്പീറ്റ് ചെയ്യുകയും വേണം. അതൊക്കെയാണ് ഇതിന്റെ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസിന്റെ ലക്ഷ്യങ്ങൾ. ഹാസ് എഡ്യൂക്കേഷണൽ ആൻഡ് ഡെവലപ്മെന്റൽ ബെനിഫിറ്റ്സ്. നമുക്കറിയാം ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ എ സ്കൂൾ സെനാറിയോ. കാരണം നമ്മളുടെ ആ ഒരു ടൈറ്റ് സ്കെഡ്യൂൾ, സിലബസ്, കരിക്കുലം എന്നുള്ളതിൽ നിന്നൊരു വിട്ടിട്ടൊരു റിലാക്സേഷൻ ഒക്കെ ആവാം. പിന്നെ മാത്രമല്ല
കുട്ടിയുടെ ബുദ്ധിയൊക്കെ അതുപോലെ തന്നെ മൈൻഡ് ഒക്കെ ഷാർപ്പ് ആവാൻ സ്പോർട്സ് വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ദീസ് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് ആർ വെരി ഹെൽപ്ഫുൾ in maintaining the rhythm or the balance of the students. Then importance of intramural competitions helps develop skills in physical education activities. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലൂടെ ഒരു സ്കിൽ ഉണ്ടാക്കാനായിട്ട് അല്ലെ, ഓടാന് ചാടാന് അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ കുട്ടികൾക്ക് ഉണ്ടാവുന്നു. പ്രൊമോട്ട്സ് ഫിസിക്കൽ ഫിറ്റ്നസ് എമംഗ് സ്റ്റുഡൻസ്, അങ്ങനെ കുട്ടികളിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്നു. ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് ഇൻസ്റ്റിൽസ് ഡിസിപ്ലിൻ, കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു കുട്ടിയിൽ. മാത്രമല്ല ഒരു ഡിസിപ്ലിൻ, നമ്മൾ പറഞ്ഞു സ്പോർട്സ് താരങ്ങൾക്കൊക്കെ ഒരു ഡിസിപ്ലിൻ ഒക്കെ വളരെ അത്യാവശ്യമാണ്. അവർ എന്ത് കാര്യങ്ങളും സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ വേണം കാണാൻ. അപ്പൊ ഈ ഒരു സ്പിരിറ്റിനൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. എൻകറേജസ് ഹെൽത്തി കോമ്പറ്റീഷൻസ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട്. എൻഹാൻസ് സ്റ്റുഡൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സ്റ്റുഡൻസിന്റെ ഒരു എന്താ പറയാ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്, നമ്മൾ പറഞ്ഞില്ലേ മൈൻഡ് ആൻഡ് ബോഡി ഡെവലപ്മെന്റിനൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യാം. ഡെവലപ്സ് ലീഡർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് ക്വാളിറ്റീസ് അല്ലെ. അപ്പോ ലീഡർഷിപ്പ്, ഹൗസ് ക്യാപ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. പിന്നെ അതിലുള്ള അംഗങ്ങൾക്ക് ഫെലോഷിപ്പ് ക്വാളിറ്റി, എങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിലനിൽക്കാം അല്ലെ. അപ്പൊ ലീഡേഴ്സിനൊക്കെ ആണെങ്കിൽ മറ്റുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ അങ്ങനത്തെ കുറെ ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടാവുന്നു. അതേഴ്സ് ഓഫേഴ്സ് ഫൺ, എന്റർടൈൻമെന്റ് ആൻഡ് സ്ട്രെസ് റിലീഫ്. സ്വാഭാവികമായിട്ടും പങ്കെടുക്കുന്നവർക്കും പങ്കെടുക്കാത്തവർക്കും ഒരു എന്റർടൈൻമെന്റ് ഫൺ ഒക്കെയാണ് ഈ സ്പോർട്സ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഓവറോൾ ഇറ്റ്സ് സ്ട്രെസ് റിലീഫ് ഇൻ ദ സ്കൂൾ സെനാരിയോ. Creates a recreational atmosphere for students and teachers. സാധാരണ ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ നിന്നുള്ള ഒരു 2 ദിവസത്തേക്ക് ഒരു റിലാക്സേഷൻ ആണ് ടീച്ചേഴ്സിനും സ്കൂൾ സ്റ്റുഡൻസിനും ഒക്കെ എന്ത് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. brings out hidden talents of students. നമ്മൾ അറിയപ്പെടാത്ത കലാകാരന്മാർ എന്ന് പറയില്ലേ, അപ്പൊ അവർക്കൊരു ചാൻസ്, അറിയപ്പെടാത്ത സ്പോർട്സ് താരങ്ങൾക്ക് ഒരു ചാൻസ് കൊടുക്കല്, അങ്ങനെ ഇവർക്ക് ഇങ്ങനത്തെ കഴിവൊക്കെ ഉണ്ട് എന്നുള്ളത് പുറത്ത് കൊണ്ടുവരിക, അതൊക്കെയാണ് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷന്റെ ലക്ഷ്യങ്ങൾ. പിന്നെ ഇപ്പൊ സ്കൂൾ തല എക്സ്ട്രാ മത്സരമാണ് ഇൻട്രാമ്യൂറൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാമ്യൂറൽ സബ് ജില്ലയിലേക്കൊക്കെ പോകും. അപ്പൊ അതിനുള്ള ഒരു സെലക്ഷൻ കൂടെ ആവാം ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. പിന്നെ അതുപോലെ തന്നെ builds a sense of belonging within the institution. നമ്മളൊരു ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ് എന്ന് കുട്ടികൾക്ക് തോന്നും. അതുകൊണ്ടാണല്ലോ അവർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാവാം. Then develops leadership and fellowship qualities. Fun, entertainment, creates recreational atmosphere for students and teachers, brings out hidden talents of teachers, brings a sense of belonging with the institution. ഒക്കെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്, ഇമ്പോർട്ടൻസ് ആണ്. Then objectives അല്ലെ, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസിന്റെ? ഡെവലപ്പ് സോഷ്യൽ വെർച്യൂസ്, ഓണസ്റ്റി, ഡിസിപ്ലിൻ, കോപ്പറേഷൻ അല്ലെ. ഇപ്പൊ സത്യസന്ധത, അപ്പൊ നമ്മൾ സ്പോർട്സ് താരങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കോപ്പറേഷൻ ഉണ്ടാവും, കൊളാബറേഷൻ ഉണ്ടാവും, മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോണ്ടേ. Then identify and select talents for school teams അല്ലെ. സ്കൂൾ ടീമിനെ ഉണ്ടാക്കാൻ ഈ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷനിലൂടെയാണ് സ്കൂൾ ടീം ഉണ്ടാക്കുന്നത്. ഡെവലപ്പ് ലീഡർഷിപ്പ് അബിലിറ്റീസ് അല്ലെ, പല നല്ല ലീഡേഴ്സിനെ, ഗ്രൂപ്പ് ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓഫർ പ്രാക്ടിക്കൽ നോളജ് ഇൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. അതുപോലെ തന്നെ ഒരു കാര്യം എങ്ങനെ പ്ലാൻ ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം എന്നൊക്കെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഉള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. എൻകറേജ് യൂണിറ്റി ബിയോണ്ട് കാസ്റ്റ്, റിലിജിയൻ ആൻഡ് സ്റ്റാറ്റസ്. അപ്പൊ അതുപോലെ തന്നെ കുട്ടികൾ ഈ കാസ്റ്റ്, റിലിജിയൻ ഒന്നും നോക്കാതെ പരസ്പരം മിങ്കിൾ ചെയ്ത് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതൊക്കെ വളരെ പോസിറ്റീവ് ആണ് ഇൻ ദ കേസ് ഓഫ് എ സ്കൂൾ സെനാറിയോ. അപ്പൊ അതുകൊണ്ട് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then factors to consider in organizing intramural competitions. ഇനി ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന്, അതായത് റെസിഡൻഷ്യൽ, സെമി റെസിഡൻഷ്യൽ ഓർ നോൺ റെസിഡൻഷ്യൽ.
അതായത് ഹോസ്റ്റൽ, ഇപ്പൊ നമ്മള് റെസിഡൻഷ്യൽ പറഞ്ഞു വെച്ചാല് നവോദയ പോലെയുള്ള വിദ്യാലയങ്ങളൊക്കെ റെസിഡൻഷ്യൽ ആണ്. അവിടെ പുറത്തുനിന്നുള്ള ആളുകളല്ലേ, അവിടുത്തെ എല്ലാ കുട്ടികളും അവിടെ ഹോസ്റ്റലിൽ തന്നെയുണ്ട്. ചില സ്കൂളുകൾ സെമി റെസിഡൻഷ്യൽ ആയിരിക്കും. അതായത് കുറച്ച് കുട്ടികൾ ഹോസ്റ്റലേഴ്സും കുറച്ച് കുട്ടികൾ പുറത്തുനിന്ന് വരുന്നവരും. ചില സ്കൂളുകൾ നോൺ റെസിഡൻഷ്യൽ ആണ്. എല്ലാ കുട്ടികളും ഡേ സ്കോളേഴ്സ് ആണ്. അപ്പൊ ഇത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഏത് തരത്തിലാണ് ഇവര് ടീം ആക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാൻ. കാരണം എന്താ, റെസിഡൻഷ്യൽ ആണെങ്കിൽ എല്ലാ കുട്ടികളും അവിടെയാണ്, പ്രാക്ടീസിനൊക്കെ നല്ല സ്കോപ്പാണ്. സെമി റെസിഡൻഷ്യലിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പേര് ഹോസ്റ്റലേഴ്സ് ആകുമ്പോൾ അവർക്ക് കൂടുതൽ ടൈം കിട്ടും പ്രാക്ടീസിന് അല്ലെ. നോൺ റെസിഡൻഷ്യൽ ആണെങ്കിൽ ഇവർക്ക് സ്വാഭാവികമായിട്ടും സ്കൂൾ അവർ മാത്രമാണ് പ്രാക്ടീസിന് കിട്ടുന്നത്. കൺസിഡർ ദ ലോക്കൽ ക്ലൈമറ്റ് കണ്ടീഷൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. മഴ ഉണ്ടോ, വെയിലുണ്ടോ അല്ലെ. ഇപ്പൊ നമുക്കറിയാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊന്നും കേരളത്തിൽ ഭയങ്കര മഴയായിരിക്കും. ആ സമയത്ത് ഗ്രൗണ്ട് ഒക്കെ ചെടിയൊക്കെ ആയിരിക്കും, അവിടെ മത്സരങ്ങളൊന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. ആ സമയത്തും ഗ്രൗണ്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലൈമറ്റ് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ. അസസസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസ്, ഗ്രൗണ്ടിന്റെ ഒരു വലുപ്പം, അതുപോലെ തന്നെ നമുക്കുള്ള എക്യുപ്മെന്റ്സിന്റെ അളവുകൾ, എണ്ണങ്ങൾ, ഇതൊക്കെ ഇതിനെ ബാധിക്കും. എസ്റ്റിമേറ്റ് അവൈലബിൾ ഫിനാൻസസ്, പിന്നെ സ്പോർട്സിന്റെ ഫണ്ട്, കുറച്ച് ചെലവൊക്കെ ഉണ്ട്, വരയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങണം. പിന്നെ ഇപ്പൊ ചിലപ്പോ റഫറി അതുപോലെ അമ്പയർ അവരെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അവർക്കൊക്കെ റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ചെക്ക് ടൈം അവൈലബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ എക്സാം ഒന്നും വരുന്നില്ലല്ലോ കുട്ടികൾക്ക്, വേറെ ഒന്നിലും ഇപ്പൊ ആർട്സ് ഡേ ഒക്കെ വരും, അപ്പൊ അതുമായിട്ടൊന്നും ക്ലാഷ് ആവുന്നില്ലല്ലോ. ഐഡന്റിഫൈ ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഐറ്റംസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് വി ഷുഡ് ഹാവ് ടു ഫൈനലൈസ് ദി ഐറ്റംസ്. ഓക്കെ, ദെൻ സീക്ക് സപ്പോർട്ട് ഫ്രം സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ കുറച്ച് ഹെൽപ്പ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. കാരണം ഫിനാൻഷ്യൽ, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഫൈനാൻസ്. ഇൻവോൾവ് ഫെലോ ടീച്ചേഴ്സ്, അപ്പൊ ഒരു സ്പോർട്സ് ഇൻസ്ട്രക്ടർക്ക് ഒറ്റയ്ക്ക് ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ടീച്ചേഴ്സിന്റെയും കൂടെ ഒരു കൊലാബറേഷനും കോപ്പറേറ്റീവ് എഫേർട്ടും ഒക്കെ ഇതിന് അത്യാവശ്യമാണ്. എൻഷുർ പ്രോപ്പർ സ്കെഡ്യൂളിംഗ്, നല്ല രീതിയിൽ അത് സ്കെഡ്യൂൾ ചെയ്ത് വിജയകരമായി ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ ഫോർ സ്മൂത്ത് എക്സിക്യൂഷൻ ആൻഡ് ഡിസയേർഡ് ഔട്ട്കംസ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ. നല്ല രീതിയിൽ നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ രീതിയിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം ഈ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് കൊണ്ട് ലഭിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫോർ ഇൻട്രാമ്യൂറൽസ്, എങ്ങനെയാണ് കുട്ടികളെ ഗ്രൂപ്പ് ആക്കുന്നത്. റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്റർ ഹോസ്റ്റൽ ഓർ വിങ് ഫ്ലോർ ബേസ്ഡ് ടീംസ് അല്ലെ. അതായത് ഓരോ ഫ്ലോർ ഒരു ടീമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തിരിക്കും. Then semi-residential ആണെങ്കിൽ സെപ്പറേറ്റ് ഓർ മിക്സ്ഡ് ടീംസ് ഫോർ ഹോസ്റ്റലേഴ്സ് ആൻഡ് ഡേ സ്കോളേഴ്സ്. അപ്പൊ ഹോസ്റ്റലേഴ്സും ഡേ സ്കോളേഴ്സിനെ മിക്സ് ചെയ്യണം. ഓക്കെ, അത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ വരും. വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, പക്ഷെ അതിനേക്കാൾ നല്ലത് മിക്സ് ചെയ്യലായിരിക്കും. നോൺ റെസിഡൻഷ്യൽ ആവുമ്പോൾ ഓരോ ക്ലാസ് ബേസ്ഡ് ആവാം. ക്ലാസ് ബേസ്ഡ് ആവുമ്പോൾ തീരെ ചെറിയ കുട്ടികളായിരിക്കും ചില ഗ്രൂപ്പിൽ ഉണ്ടാവുക, അതുകൊണ്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും നന്നാവുക. 6th to 10th ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. ദെൻ ടീം ബേസ്ഡ് ഓൺ ഏജ് കാറ്റഗറീസ്, ജൂനിയർ ടു സീനിയർ, സാധാരണ അങ്ങനെയാണ് സ്കൂളിലൊക്കെ. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ തന്നെ പല ഏജ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലെ. ജൂനിയേഴ്സ് ഉണ്ടാവും, സബ് ജൂനിയർ, സീനിയർ, അങ്ങനെ പല പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരേ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരിക്കും. ദെൻ കോളേജ്, യൂണിവേഴ്സിറ്റീസ് അല്ലെ. അതുപോലെ ടീംസ് ബേസ്ഡ് ഓൺ ഫാക്കൽറ്റി ഓർ ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം കോളേജിലൊക്കെ സ്പോർട്സ് ഇവന്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് ടീമായിട്ട് മാറുന്നത്. ഫോമിംഗ് ദി ഇൻട്രാമ്യൂറൽ കമ്മിറ്റി, എങ്ങനെയാണ് കമ്മിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രസിഡന്റ് ഓർ ഹെഡ് മാസ്റ്റർ ആയിരിക്കും അതിലെ. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ ഓർ പ്രിൻസിപ്പാൾ. ദെൻ ഇൻട്രാമ്യൂറൽ ഡയറക്ടർ ഷുഡ് ഓൾവേസ് ബി സീനിയർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അല്ലെ. നമ്മുടെ സീനിയർ സ്പോർട്സ് ടീച്ചർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അതർ PE ടീച്ചേഴ്സ് അവരുണ്ടെങ്കിൽ, ചിലപ്പം മിക്കവാറും വലിയ സ്കൂളുകളൊക്കെ ആണെങ്കിലാണ് ഒന്നിലധികം ഫിസിക്കൽ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. അതർവൈസ് ഒരൊറ്റ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ സ്പോർട്സിൽ കുറച്ച് അറിവൊക്കെ ഉള്ള താല്പര്യമുള്ള അതർ ടീച്ചേഴ്സ്.
ദെൻ അസിസ്റ്റൻസ് ക്ലാസ് ടീച്ചേഴ്സിനായിരിക്കും കുട്ടികളെ നേരിട്ട് ബന്ധം, കുട്ടികളെ അറിയുക. അപ്പൊ അതുകൊണ്ട് ക്ലാസ് ടീച്ചേഴ്സ് ആണ് അസിസ്റ്റൻസ്. സെക്രട്ടറി ആൻഡ് ജോയിന്റ് സെക്രട്ടറി, അപ്പൊ അതൊക്കെ സ്കൂളിൽ നിന്നാണ്. സെലക്ടഡ് ക്യാപ്റ്റൻസ് ആൻഡ് വൈസ് ക്യാപ്റ്റൻസ്, ഇപ്പൊ ഇലക്ഷനൊക്കെ ഉള്ള സ്കൂളുകളൊക്കെ ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക ഇലക്ഷനിലൂടെ അത് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും മെത്തേഡിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയെ വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ ക്യാപ്റ്റൻസ് ഒക്കെ ആക്കാൻ പറ്റും. Then selection of events for intramurals. Consider facilities, time and budget. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവന്റ്സ് തീരുമാനിക്കുമ്പോഴും എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്, നമുക്കുള്ള ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ഇവന്റ്സും ചെയ്യാൻ പറ്റുള്ളൂ. ടൈമും ബഡ്ജറ്റും ഒക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റിഫ്ലക്ട് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ താല്പര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം. സ്റ്റാൻഡേർഡ് റൂൾസ് ഷുഡ് ജനറലി ബി ഫോളോഡ്. ഓരോ മത്സരത്തിനും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് മാക്സിമം ഫോളോ ചെയ്യണം. മോഡിഫൈ റൂൾസ് ടു സ്യൂട്ട് ക്യാമ്പസ് ഇഫ് നീഡഡ്. ചിലപ്പോൾ കുട്ടികളുടെ ഏജും ക്യാമ്പസും, പിന്നെ നമുക്കറിയാം ചിലപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയാ ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ സ്റ്റിച്ച് ബോളൊന്നും സ്കൂൾ സെനാരിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ടെന്നീസ് ബോൾ കൊണ്ടൊക്കെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ അതുപോലത്തെ ചില എന്താ പറയാ ഡീവിയേഷൻസോ അല്ലെങ്കിൽ കുറച്ച് ഇളവുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഇൻഫോം ഓൾ പാർട്ടിസിപ്പൻസ് ഇൻ അഡ്വാൻസ് അബൌട്ട് എനി ഡീവിയേഷൻസ് അല്ലെ. പക്ഷെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം. Time and type of competitions. Type of competitions depend on the number of teams and play fields available. അപ്പോൾ ഇത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫീൽഡ് അല്ലെ, നമ്മുടെ സ്പേസിനനുസരിച്ചിട്ട് വേണം എത്ര ടൈപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ നമ്പർ മീൻസ് ഏതൊക്കെ തരത്തിലുള്ള കോമ്പറ്റീഷൻസ് വേണം എന്ന് തീരുമാനിക്കാൻ. അവൈലബിലിറ്റി ഓഫ് ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓർഗനൈസിങ് കോമ്പറ്റീഷൻസ്. അതുപോലെ തന്നെ ടൈം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ എക്സാം ഒക്കെ ഉണ്ടാവുമ്പോൾ കുട്ടി റഷ് ആവുമ്പോൾ കോമ്പറ്റീഷൻസ് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ കുറയും. അപ്പൊ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോ വെയിലൊക്കെ ഉണ്ടാവുമ്പോൾ വെയിലിന്റെ ഒക്കെ മുൻപ് നട്ടുച്ചയ്ക്കൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. കുട്ടികൾ ചിലപ്പോ എന്താ പറയാ തളർന്നു വീഴുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിക്കുന്ന രീതിയിലൊക്കെ ഒരു 7 to 12 ഒക്കെ ആയിട്ടും കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ കുറച്ചുകൂടെ എനർജറ്റിക് ആയിരിക്കും കുട്ടികൾ. കോമ്പറ്റീഷൻസ് ആർ യൂഷ്വലി കണ്ടക്റ്റഡ് ആഫ്റ്റർ ടീച്ചിങ് അവേഴ്സ് അല്ലെ. ചില കോമ്പറ്റീഷൻസ് എസ്പെഷ്യലി ഗെയിംസ് ഒക്കെ 4 മണിക്ക് ശേഷമൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ക്ലാസ് അവേഴ്സ് കുറച്ച് എന്താ പറയാ പുഷപ്പ് ചെയ്യും. എന്നിട്ട് ഒരു ഇപ്പൊ 4 മണി വരെയാണ് സാധാരണ വെച്ചാൽ 3 മണിക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 1 മണിക്കൂർ ചിലപ്പോ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. The first 3 months of the academic year are ideal for intramurals. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു സെനാരിയോന് ഇത് സ്യൂട്ട് ആവുമോന്ന് എനിക്കറിയില്ല. ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് നല്ല മഴയുള്ള സമയമാണ്, ഗ്രൗണ്ട് ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളുടെ ഇവിടെ സാധാരണ രീതിയിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ സമയത്ത് ഡിസംബർ മാസത്താണ് നടക്കുന്നത്. Then competitions may be organized on knockout or league basis അല്ലെ. ലീഗ് ബേസിസ് ഒരു ടീമിന് തന്നെ പല ടീമുകളുമായിട്ടുള്ള മാച്ചുകൾ ഉണ്ടായിരിക്കും. മാത്രമല്ല നോക്കൗട്ട്, അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ നോക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഔട്ടായി കഴിഞ്ഞാൽ മീൻസ് തോറ്റു കഴിഞ്ഞാൽ പുറത്താവുന്ന രീതിയിൽ അല്ലെ ടീമുകൾ. അങ്ങനത്തെ കോമ്പറ്റീഷൻസും നമുക്ക് ഓർഗനൈസ് ചെയ്യണം. 2 രീതിയിലും വേണം. Then officials for intramurals, പിന്നെ കുറച്ച് ഒഫീഷ്യൽസിനെ സെറ്റ് ചെയ്യാം. അതായത് റെഫറീസ്, അമ്പയേഴ്സ് ഷുഡ് ബി ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് അവർക്ക് തന്നെ നിയമങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് ഒഫീഷ്യൽസിനെ അപ്പോയിന്റ് ചെയ്യാം. മസ്റ്റ് നോ റൂൾസ് ആൻഡ് എൻഷുർ ഫെയർനെസ്. അവർക്ക് റൂൾസ് അറിയിക്കണം, മാത്രമല്ല അവർ പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല. മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി ഇൻ ജഡ്ജിങ്. അതായത് എല്ലാവർക്കും മനസ്സിലാവണം ഞങ്ങൾ ഇങ്ങനെ ഈ രീതിയിലാണ് ജഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ ഒരു എന്താ പറയാ അടിയൊക്കെ ഉണ്ടാവും കുട്ടികൾക്കിടയിൽ. Then guest officials may be invited അല്ലെ. ഒഫീഷ്യൽസ് നമുക്ക് സ്കൂളിൽ അത്ര വേണ്ടത്ര റിസോഴ്സ് പേഴ്സൺസ് ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഷുഡ് മാനേജ് കോമ്പറ്റീഷൻസ് എഫിഷ്യന്റ്ലി. അതുപോലെ നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീഷൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒഫീഷ്യൽസിന് ഉണ്ടായിരിക്കണം. പോയിന്റ് സിസ്റ്റം ആൻഡ് സ്കോറിംഗ്. നമുക്കറിയാം സ്കോർ ബോർഡ് പബ്ലിഷ് ചെയ്യണം. ഡിഫൈൻ ബിഫോർ പ്രോഗ്രാം സ്റ്റാർട്ട്സ്. അപ്പോ ആദ്യം തന്നെ പറയണം
അതായത് ഓരോ മത്സരത്തിനും ഇൻഡിവിജ്വൽ ആണെങ്കിൽ എത്ര പോയിന്റ്, ഗ്രൂപ്പ് ആണെങ്കിൽ എത്ര പോയിന്റ്, എല്ലാവരും കൺവിൻസ് ചെയ്തിരിക്കണം. എൻകറേജ് ഹെൽത്തി കോമ്പറ്റീഷൻ, ഒരു കുട്ടികൾക്കിടയിൽ ഒരു നല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ഹൈ കോമ്പറ്റീഷൻ, ഒരു വൈരാഗ്യമൊന്നും ഉണ്ടാവരുത്. ടീം ഓർ ഇൻഡിവിജ്വൽ പോയിന്റ്സ് ഷുഡ് ബി റെക്കോർഡഡ്. അപ്പൊ അവർക്ക് പോയിന്റ് ഇട്ടുകഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ സ്കോർ ബോർഡിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. മെയിൻറ്റെയിൻ ഡെയിലി ആൻഡ് കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റ്സ്, ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല സ്പോർട്സ് മീറ്റിനൊക്കെ. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് സ്കോർ ഷീറ്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഈ അവസാനം ഈ പിടിവലികൾക്കും വാഗ്വാദങ്ങൾക്കും ഒക്കെ ഒരു വിരാമം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ടോട്ടൽ പോയിന്റ്സ് ഡിസൈഡ് ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ ടോട്ടൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആളുകൾ ചാമ്പ്യൻ ആയിട്ട് മാറും. അവാർഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നെയിംസ് ഓഫ് വിന്നേഴ്സ് ഓൺ ഇൻട്രാമ്യൂറൽ ഓണർ ബോർഡ്. അതുപോലെ തന്നെ ഇൻട്രാമ്യൂറൽ ഓണർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലോ ഒക്കെ ഒരു ബോർഡ്, നമ്മളിപ്പോ എന്താ പറയാ, കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾക്കൊക്കെ ബോർഡൊക്കെ വെക്കില്ല. അപ്പൊ അതുപോലെ തന്നെ ഒരു ബോർഡ് കീപ്പ് ചെയ്യാം. അവിടെ ഇപ്പൊ സ്പോർട്സ് ഇൻഡിവിജ്വൽ ചാമ്പ്യന്റെ ഒക്കെ ചിത്രവും ഒക്കെ അവിടെ വെക്കാം. അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ടും ആ ഒരു ചിത്രവും അല്ലെങ്കിൽ എന്താണ് പേരും ഒക്കെ അവിടെ നിലനിൽക്കുമ്പോൾ കുട്ടികൾക്ക് വലിയൊരു മോട്ടിവേഷനാണ്, ഇതുപോലെയൊക്കെ ആയിത്തീരണം വിചാരിച്ചിട്ട് അവർ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദെൻ ഫോട്ടോസ് ഓഫ് ചാമ്പ്യൻസ് ഓൺ നോട്ടീസ് ബോർഡ്. അപ്പൊ നോട്ടീസ് ബോർഡിൽ ചാമ്പ്യന്മാരുടെ ഒക്കെ ഫോട്ടോകളൊക്കെ വെക്കാം. റെക്കഗ്നീഷൻ ഇൻ ആനുവൽ മാഗസിനിൽ അവരുടെ ഫോട്ടോകൾ വെക്കുകയാണെങ്കിൽ അടുത്ത തലമുറയ്ക്കും അത് കാണാനുള്ള ഒരു സ്കോപ്പ്. ഇറ്റ്സ് ഇറ്റേണൽ, റൈറ്റ്? ട്രോഫീസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് മേ ബി അവാർഡഡ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ്, ട്രോഫീസും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക. അതൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്. നമ്മൾ സാധാരണ മെഡലാണ് കൊടുക്കുന്നത് അല്ലെ, ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, പിന്നെ അതുപോലെ തന്നെ ബ്രോൺസ്, അങ്ങനെ 3 മെഡലാണ് കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. റെക്കഗ്നീഷൻ ബൂസ്റ്റ് മൊറേൽ ആൻഡ് പാർട്ടിസിപ്പേഷൻ. നമുക്കറിയാം അംഗീകാരം എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് അടുത്ത പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ കുട്ടികൾക്കിടയിൽ നല്ലൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കും. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻ. ഇനി എങ്ങനെയാണ് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്? എക്സ്ട്രാ മ്യൂറൽ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഔട്ട്സൈഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, സ്കൂളിന് പുറത്താണ് അത് നടക്കുന്നത്. ഇൻവോൾവ് സ്റ്റുഡൻസ് ഫ്രം ഡിഫറെന്റ് സ്കൂൾസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, പല സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കണ്ടക്റ്റഡ് അറ്റ് ഇന്റർ സ്കൂൾ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽസ് അല്ലെ, അതായത് സബ് ജില്ല, ജില്ല, സംസ്ഥാന, ദേശീയ തലത്തിലാണ് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. സ്കെഡ്യൂൾഡ് ഇൻ അഡ്വാൻസ് ഫോർ ബെറ്റർ പ്രിപ്പറേഷൻ. അതുപോലെ തന്നെ മറ്റേ ഇൻട്രാമ്യൂറലിനേക്കാളും കുറച്ചും കൂടെ പ്രിപ്പറേഷൻ ആവശ്യമുള്ളതാണ് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ്. ദെൻ ബ്രോഡൻ എക്സ്പോഷർ ആൻഡ് സ്പോർട്സ് എക്സ്പീരിയൻസ്. മാത്രമല്ല അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ടീച്ചേഴ്സിന് എസ്പെഷ്യലി എക്സ്പീരിയൻസ് ആയിരിക്കും, കുട്ടികൾക്കും ഇതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുമ്പോൾ. ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ്. ഇനി എന്തുകൊണ്ടാണ് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്? ഷോക്കേസസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോർട്സ് എബിലിറ്റീസ്. ഇപ്പൊ ഓരോ സ്കൂളിനും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്പോർട്സ് എബിലിറ്റി ഉണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട്. ഇംപ്രൂവ്സ് സ്കിൽസ് ത്രൂ പ്രാക്ടീസ് മാച്ചസ്. അതുപോലെ തന്നെ പ്രാക്ടീസ് മാച്ചുകൾ ഉണ്ടാവും, അതായത് സൗഹൃദ മത്സരങ്ങൾ. അതിലൂടെയൊക്കെ സ്കില്ലുകൾ നമുക്ക് കൂട്ടാം. അതായത് കോമ്പറ്റീഷൻ ആയിട്ടല്ലാതെ വെറുതെ കളിക്കുക, മറ്റുള്ള ക്ലബ്ബുകളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്കൂളുകളായിട്ടോ ഒക്കെ അങ്ങനെ നടത്താറുണ്ട് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻ. ഹെൽപ്സ് കറക്റ്റ് ഫാൾസ് ആൻഡ് ഇംപ്രൂവ് ടെക്നിക്സ്. അപ്പൊ നമുക്ക് അവർക്കുള്ള ടാലന്റും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ കണ്ടുപഠിക്കാനും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഫാൾസ് കറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ്. ദെൻ ബിൽഡ്സ് പ്ലേയർ കോൺഫിഡൻസ് ഡിസ്പൈറ്റ് ക്രൗഡ് പ്രഷർ. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, കുട്ടികൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കണം. കാരണം പ്രഷർ ഉണ്ടാവും, നമ്മുടെ സ്കൂൾ ജയിക്കണം, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ആഗ്രഹം. അപ്പൊ അവരുടെ സ്കൂളിനെ അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുട്ടിയിൽ ഉണ്ടാക്കും. ദെൻ എൻകറേജസ് ഡിറ്റർമിനേഷൻ ആൻഡ് സ്പോർട്സ്മാൻഷിപ്പ് അല്ലെ, ഒരു വിൽ പവറും അതൊക്കെ നേടണം എന്നുള്ള ഒരു ചിന്തയൊക്കെ കുട്ടികളിൽ ഉണ്ടാവുന്നു. Then objectives of extramural competitions. Raise the standards of sports. സ്പോർട്സിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്നുള്ളത് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷന്റെ ഒരു ലക്ഷ്യമാണ്. എക്സ്പോഷർ ടു ഡൈവേഴ്സ് പ്ലേയിങ് കണ്ടീഷൻസ്. അതായത് പല രീതിയിൽ, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ മാത്രമല്ല അപ്പുറത്തെ ഗ്രൗണ്ടിൽ അല്ലെ, ചിലപ്പോൾ അവിടെ ഇതിനേക്കാൾ നല്ല ഫെസിലിറ്റികൾ ഉണ്ടാവും.
അപ്പൊ അവിടെയൊക്കെ കളിച്ച് കുട്ടികൾക്ക് പരിചയം ഉണ്ടാവും. ബിൽഡ് കോൺഫിഡൻസ് ത്രൂ എക്സ്റ്റേണൽ പാർട്ടിസിപ്പേഷൻ. കോൺഫിഡൻസ് കൂട്ടുക അല്ലെ, പുറത്തുള്ള ടീമുമായിട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുമായിട്ടൊക്കെ കളിച്ച് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. പ്രൊമോട്ട് സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് ഫ്രറ്റേണിറ്റി. അതുപോലെ തന്നെ സാഹോദര്യം, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നു കുട്ടികളിൽ. ലേൺ ന്യൂ റൂൾസ് ആൻഡ് ടെക്നിക്സ് അല്ലെ, പുതിയ റൂൾസും ടെക്നിക്സും ചിലപ്പോൾ വേറെ ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ കുട്ടികൾ പഠിക്കും. കുറച്ചും കൂടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആവാനായിട്ട് കുട്ടികൾക്ക് ഒരു സാഹചര്യം ഉണ്ടാവുന്നു. കണ്ടക്ട് ഓഫ് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. ഇനി ഇത് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കാറ്റഗറൈസ്ഡ് ആസ് പ്രാക്ടീസ്, ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ കോമ്പറ്റീഷൻസ്. പ്രാക്ടീസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ അല്ലാതെ നമ്മള് എന്താ പറയാ, അടുത്തുള്ള സ്കൂളുകളോ ക്ലബുകളോ ഒക്കെ ആയിട്ട് സൗഹൃദ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് വേൾഡ് കപ്പൊക്കെ മുമ്പ് നമ്മുടെ ടീമുകളൊക്കെ അവിടുത്തെ ക്ലബുകളോ ഒക്കെ ആയിട്ട് കളിച്ച് ഒരു പരിചയം ഉണ്ടാക്കുക അവിടുത്തെ കാലാവസ്ഥയൊക്കെ. ദെൻ ക്ലോസ്ഡ്, അതായത് നമ്മുടെ കോമ്പറ്റീഷൻസ്. ഓപ്പൺ കോമ്പറ്റീഷൻ പറഞ്ഞു വെച്ചാൽ അതായത് ഇപ്പൊ സ്കൂളുകൾക്ക് മാത്രമായിട്ടാണ് ക്ലോസ്ഡ് കോമ്പറ്റീഷൻ. ഇപ്പൊ സ്കൂളുകളും ക്ലബുകളും അങ്ങനെയൊക്കെ കളിക്കാം, അതൊക്കെ ഓപ്പൺ കോമ്പറ്റീഷൻസ് ആണ്. ദെൻ പ്രാക്ടീസ് മാച്ചസ്. എന്താണ് പ്രാക്ടീസ് മാച്ചസ്? വിത്ത് ലോക്കൽ ക്ലബ്സ് ഓർ സ്കൂൾസ് അല്ലെ. ഇപ്പൊ ഒരു സ്കൂള് അടുത്ത സ്കൂളിനോടോ ലോക്കൽ ക്ലബിനോടോ ഒക്കെ കളിക്കുന്നതാണ് പ്രാക്ടീസ് മാച്ചസ്. ദെൻ ക്ലോസ്ഡ് മാച്ചസ് ലിമിറ്റഡ് ടു എ ഗ്രൂപ്പ് ലൈക്ക് ഇന്റർ സ്കൂൾ ഓർ കോളേജ് അല്ലെ. ഇപ്പൊ സ്കൂൾ ആണെങ്കിൽ സ്കൂളിനോട്, കോളേജ് ആണെങ്കിൽ കോളേജിനോട്, ക്ലബ് ആണെങ്കിൽ ക്ലബിനോട്. ദാറ്റ് ഇസ് ക്ലോസ്ഡ് മാച്ചസ്. ഓപ്പൺ മാച്ചസ് എനിവൺ വയ ദെയർ അഫിലിയേറ്റഡ് യൂണിറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് അല്ലെ. ഇപ്പൊ ക്ലബും സ്കൂളും കോളേജിനും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം ഓപ്പൺ കോമ്പറ്റീഷൻസ്. ഈച്ച് ഹാസ് ഡിഫറെന്റ് സ്കോപ്പ് ആൻഡ് എലിജിബിലിറ്റി. ഓരോന്നിനും ഓരോ സ്കോപ്പ് ഉണ്ട് അല്ലെ. പല രീതിയിലുള്ള ആളുകളെ പരിചയപ്പെടാം, പല രീതിയിലുള്ള മാച്ചസ് കാണാം അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. കൂടുതൽ ഒരു എക്സ്പോഷർ കൊടുക്കുക കുട്ടിക്ക് എന്നുള്ളത്. ദെൻ സ്പോർട്സ് മീറ്റ് ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ അത്ലറ്റിക് ഇവന്റ്. സ്പോർട്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് അത്ലറ്റിക് ഇവന്റ്സ് ഉണ്ടാവും, ഗെയിംസ് ഉണ്ടാവും. ക്യാൻ ബി സ്റ്റാൻഡേർഡ് ഓർ നോട്ട് സ്റ്റാൻഡേർഡ്. ദെൻ ഇൻട്രാമ്യൂറൽ പറഞ്ഞു വെച്ചാൽ എൻഡ്സ് വിത്ത് ആനുവൽ സ്പോർട്സ് ഡേ. അതായത് ഒരു ആനുവൽ സ്പോർട്സ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രാമ്യൂറൽ കഴിഞ്ഞു, പിന്നെ എക്സ്ട്രാമ്യൂറൽ. ദാറ്റ് ഇസ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡ്യൂറേഷൻ 1 to 3 days. ഇപ്പൊ കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിലോ ഒക്കെ ചിലപ്പോൾ നീളാവുന്നതാണ്. അതിൽ മാക്സിമം 3 days. ഓർഗനൈസിംഗ് സ്റ്റാൻഡേർഡ് സ്പോർട്സ് മീറ്റ്. എങ്ങനെയാണത് ഓർഗനൈസ് ചെയ്യുന്നത്? റിക്വയർസ് ത്രൂ പ്ലാനിങ് ആൻഡ് ടീം വർക്ക്. നല്ല ടീം വർക്ക് വേണം, പ്ലാനിങ് വേണം, അല്ലെങ്കിൽ പാളിപ്പോവും. ഫിക്സ് സ്യൂട്ടബിൾ ഡേറ്റ് ആൻഡ് ടൈം. ടൈമും ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു, എസ്പെഷ്യലി ക്ലൈമറ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട്. ഡിസൈഡ് ഇവന്റ്സ് ആൻഡ് ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ് ഒക്കെ വേണം അല്ലെ, നമുക്കൊരു ഇനാഗുറേറ്റർ ഒക്കെ വേണം, ഒരു റിപ്യൂട്ടഡ് സ്പോർട്സ് പേഴ്സൺ ഒക്കെ ആവാം. ദെൻ പ്ലാൻ മാർച്ച് പാസ് ആൻഡ് റിഫ്രഷ്മെന്റ്സ്. അപ്പൊ തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു മാർച്ച് പാസ്റ്റ് ഒക്കെ അവരുടെ ഹൗസിന്റെ കൊടിയൊക്കെ പിടിച്ചിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ റിഫ്രഷ്മെന്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. കാരണം അല്ലെങ്കിൽ കുട്ടികൾ തളർന്നു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് എയ്ഡും ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഡിവൈഡ് ടാസ്ക് എമംഗ് സബ് കമ്മിറ്റീസ്. അതുപോലെ തന്നെ ഓരോ സബ് കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കുക, കമ്മിറ്റി ഫോം ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് എമംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഓരോരുത്തർക്കും ഓരോരോ എന്താ പറയാ ഡ്യൂട്ടികൾ കൊടുക്കുക. അപ്പൊ ആ ഡ്യൂട്ടികൾ എന്തൊക്കെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ചീഫ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എന്താ പറയാ നമ്മുടെ PE ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് വേണം ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട്. ദെൻ പ്രീ മീറ്റ് വർക്ക്. മീറ്റിന്റെ മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഫോം ഓർഗനൈസിംഗ് ആൻഡ് സബ് കമ്മിറ്റീസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കമ്മിറ്റി ഫോം ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പബ്ലിസിറ്റി കമ്മിറ്റി സ്പ്രെഡ്സ് അവയർനെസ്. പബ്ലിസിറ്റി കമ്മിറ്റിയാണ് എന്താ പറയാ എല്ലാവരിലും ഇത് എത്തിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് പബ്ലിസിറ്റി കമ്മിറ്റി. ആൻഡ് ഗ്രൗണ്ട്സ് ആൻഡ് എക്യുപ്മെന്റ്സ് കമ്മിറ്റി പ്രിപ്പയർ വെന്യൂ. അവരാണ് എവിടെ ഏത് മത്സരം ഏത് വെന്യൂല് നടത്തണം, ഏത് ഗ്രൗണ്ടിൽ നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. എസ്പെഷ്യലി എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസിൽ ഒരുപാട് ഇവന്റ്സ് ഉണ്ടായിരിക്കും. ഒഫീഷ്യൽസ് കമ്മിറ്റി സെലക്ട്സ് ജഡ്ജസ്. ജഡ്ജിനെ അല്ലെങ്കിൽ അമ്പയറെ ഒക്കെ അല്ലെങ്കിൽ റഫറീനൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരണം. ദെൻ അവരാണ് ഈ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. സീറ്റിംഗ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച്ഡ്. അതുപോലെ തന്നെ അവർക്കൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷൻ, പുറത്തുനിന്നുള്ള ആളുകൾ ദൂരത്തു നിന്നുള്ള ആളുകളാണെങ്കിൽ അവർക്കുള്ള അക്കോമഡേഷനും ഒക്കെ റെഡിയാക്കണം. റിസപ്ഷൻ ഫോർ ഗസ്റ്റ് അല്ലെ. ഗസ്റ്റുകൾ വരുമ്പോ എസ്പെഷ്യലി എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ് ആണെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ വരും. അപ്പൊ അവരെ
സ്വീകരിക്കാൻ ഒരു റിസപ്ഷൻ കമ്മിറ്റിയും ഫോം ചെയ്യണം. ഡെക്കറേഷൻ ആൻഡ് സെറിമണി പ്ലാനിങ് അല്ലെ, ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ ആവാം. പർച്ചേസ് ഓഫ് ട്രോഫീസ് ആൻഡ് അവാർഡ്സ്, ട്രോഫി കൊടുക്കണം, ആ സമയത്ത് തെരഞ്ഞു പോയിട്ട് കാര്യമില്ല, മുൻകൂട്ടി തന്നെ വാങ്ങി വെക്കണം. ദെൻ റിഫ്രഷ്മെന്റ്സ് ഫോർ ഓൾ പാർട്ടിസിപ്പൻസ്. ഇപ്പൊ നമ്മൾ ഇൻട്രാമ്യൂറൽ ആണെങ്കിൽ ജസ്റ്റ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെയാണ് കൊടുക്കുന്നത്. എക്സ്ട്രാമ്യൂറൽ ആണെങ്കിൽ ലഞ്ചും ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. എൻട്രീസ് ആൻഡ് ഇവന്റ് സ്കെഡ്യൂളിംഗ്, അതുപോലെ തന്നെ ഓരോ എൻട്രീസും അനുസരിച്ചിട്ട് എത്രത്തോളം പാർട്ടിസിപ്പൻസ് ഉണ്ട് അനുസരിച്ചിട്ട് സ്കെഡ്യൂൾ ചെയ്യുക. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ മീറ്റ് വർക്ക്, ഒഫീഷ്യൽസ് ആൻഡ് കോമ്പറ്റേറ്റേഴ്സ് റിപ്പോർട്ട് ഏർലി. അതായത് മീറ്റിന്റെ അന്ന്, അതായത് സ്പോർട്സ് മീറ്റിന്റെ അന്ന് എല്ലാവരും നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ, അല്ലെങ്കിൽ ലാഗ് ചെയ്യും അല്ലെ, അപ്പൊ നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് അത് തീർക്കാൻ പറ്റില്ല. ബാച്ചസ് ആൻഡ് ചെസ് നമ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ ഈ കുട്ടികളൊക്കെ നേരത്തെ വന്ന് തന്നെ അവരുടെ ബാച്ചസും ചെസ് നമ്പറും ഒക്കെ കളക്ട് ചെയ്യാം. ദെൻ ഓപ്പണിംഗ് സെറിമണി വിത്ത് മാർച്ച് പാസ്റ്റ് ആൻഡ് ഓത്ത് അല്ലെ, മാർച്ച് പാസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു ഓത്ത് ടേക്കിംഗ് സെറിമണി ഈസ് ഓൾസോ ദെയർ. അവിടെയാണ് കുട്ടികൾ നല്ല ഫെയർ ആയിട്ട് കളിച്ചോളാം എന്നൊക്കെയുള്ള ഒരു പ്രതിജ്ഞ എടുക്കും. ഇവന്റ്സ് കണ്ടക്റ്റഡ് ആസ് പെർ സ്കെഡ്യൂൾ. അപ്പൊ സ്കെഡ്യൂൾ അനുസരിച്ച് ആണ് അത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക, ടൈം കീപ്പ് ചെയ്യുക. വിക്ടറി ആൻഡ് ക്ലോസിംഗ് സെറിമണീസ് ഹെൽഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ക്ലോസിംഗ് സെറിമണിയിൽ ഒരു ചീഫ് ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ചാമ്പ്യൻസിന് ട്രോഫിയൊക്കെ കൊടുക്കുക, കുറച്ചൊക്കെ കളർഫുൾ ആക്കാം. ദെൻ പോസ്റ്റ് മീറ്റ് വർക്ക്, മീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. സെറ്റിൽ അക്കൗണ്ട്സ് ആൻഡ് റിട്ടേൺ ബോറോവ്ഡ് ഐറ്റംസ്. ദെൻ താങ്ക് ഓൾ ഇൻവോൾവ്ഡ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് അല്ലെ. അതുപോലെ അക്കൗണ്ട് ഫിനാൻഷ്യൽ രീതിയിലൊക്കെ ഉള്ള അക്കൗണ്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യാം. പിന്നെ മറ്റുള്ള സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മീൻസ് ക്ലബിൽ നിന്നൊക്കെ ബോളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം. എല്ലാവരുടെ അടുത്തും താങ്ക് ചെയ്യുക. കാരണം സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ്, ഒരു കൊളാബറേറ്റീവ് വർക്കിലൂടെയാണ് ഒരു മീറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അവരോട് താങ്ക്സ് പറയുക. സെൻഡ് അപ്രീസിയേഷൻ ലെറ്റേഴ്സ് അല്ലെ, താങ്ക് ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കാം. ദെൻ ഡോക്യുമെന്റ് അച്ചീവ്മെന്റ്സ് ആൻഡ് ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം, കാരണം അത് റിപ്പോർട്ടൊക്കെ ചെയ്യേണ്ടതായിരിക്കും. പ്രിസർവ് ഫ്ലാഗ് ആൻഡ് റെക്കോർഡ്സ് ഫോർ നെക്സ്റ്റ് ഇവന്റ്. നമുക്ക് കുറെ എക്യുപ്മെന്റ്സും നമ്മുടെ സാധനങ്ങളും ഫ്ലാഗും ഒക്കെ ഭദ്രമായിട്ട് തന്നെ അവിടെ കീപ്പ് ചെയ്യുക ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ. കാരണം അടുത്ത മീറ്റിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, എങ്ങനെ മീറ്റ് കണ്ടക്ട് ചെയ്യാം എന്നുള്ളത്. രണ്ട് തരത്തിലുള്ള സ്പോർട്സ് മീറ്റുകൾ സ്കൂളിൽ നടക്കാറുണ്ട്. ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ് ആൻഡ് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. ഇൻട്രാമ്യൂറൽ പറഞ്ഞു വെച്ചാൽ സ്കൂളിന്റെ ഉള്ളിൽ ആനുവൽ സ്പോർട്സ് ഡേ പോലെയൊക്കെ നടക്കുന്നത്. എക്സ്ട്രാമ്യൂറൽ പറഞ്ഞു വെച്ചാൽ നമ്മൾ പറഞ്ഞ സബ് ജില്ല, ജില്ല, സംസ്ഥാനതല മത്സരങ്ങൾ. അപ്പൊ ഇതില് ഈ എന്താണ് ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ യങ് ടാലൻസിനൊക്കെ കണ്ടെത്താനായിട്ട്. എക്സ്ട്രാ മ്യൂറൽ പറഞ്ഞു വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഹൈ ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോ മാത്രമല്ല ഈ എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഒഫീഷ്യൽസിനെയൊക്കെ പുറത്തുനിന്ന് വിളിക്കണം. മാത്രമല്ല ഫെയർ ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളും ഒക്കെ ഉണ്ടാക്കണം, അത് കീപ്പ് ചെയ്യണം. പിന്നെ ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. അവാർഡ്സും ട്രോഫീസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻ സ്പോർട്സ് മീറ്റ് ഫോർ മോട്ടിവേഷൻ അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. കാരണം എക്സാം ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കാണുമ്പോഴും വീഡിയോ കാണുമ്പോഴാണെങ്കിൽ നോട്ട്സ് ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന്റെ തലേ ദിവസമൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പഠിക്കാനായിട്ട്. Okay, thank you dears. Thank you for listening.